ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബ്രിഞ്ചൽ ഫ്രൈഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഓവർ തിന്നായി പോയാൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് അതിൽ പിടിച്ചു വരും. അതുകൊണ്ട് ഓവറായിട്ട് ഉപ്പ് ചേർക്കാതെ കുറച്ച് മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലോട്ട് ഇനി നമുക്ക് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം കൂടിപ്പോയാൽ ബ്രിഞ്ചാളിൽ മസാലയൊന്നും കറക്റ്റായിട്ട് പിടിച്ചു വരില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിഞ്ചാളിലേക്കുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബ്രിഞ്ചാൾ പീസസ് എടുത്തിട്ട് അതിലൊന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ ബ്രിഞ്ചാൾ പീസസ് ആയിട്ട് എടുത്തിട്ട് മുകളിൽ മസാല നന്നായി തന്നെ തേച്ച് കൊടുക്കാം. രണ്ട് സൈഡിൽ ഇതുപോലെ നന്നായി തന്നെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബ്രിഞ്ചൽ പീസിലും നമുക്ക് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയുടെ എല്ലാ പീസസും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും മസാലയെല്ലാം നന്നായി തന്നെ ഈ വഴുതനങ്ങയുടെ പീസസിലെല്ലാം പിടിച്ചു വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ബ്രിഞ്ചാൾ പീസസ് ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പീസസ് ആയതുകൊണ്ട് 4 പീസസാണ് ആദ്യം വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 4 പീസും ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ ബ്രിഞ്ചാളെല്ലാം മസാലയൊന്നും കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ബാലൻസുള്ള പീസസും ഇതുപോലെ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രിഞ്ചൽ ഫ്രൈ എല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചേനയും പൊട്ടാറ്റോയും എല്ലാം ഇതേ മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.